സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ നേതാവുമായ എം ഷാജറിനെതിരെ മനു തോമസ് പാർട്ടിക്ക് നൽകിയ കത്ത് പുറത്ത്. ഷാജറിന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നാണ് കത്തിലെ ആക്ഷേപം. സ്വർണം സ്വീകരിച്ചെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടും ഷാജറിനെതിരെ നടപടിയെടുക്കാതെ ശ്രദ്ധക്കുറവെന്ന് പറഞ്ഞ് ഒതുക്കിയെന്നും കത്തിലുണ്ട്. സ്വർണ്ണക്കടത്ത് നേതാവും കൊട്ടേഷൻ സംഘാംഗവുമായ ആകാശ് തില്ലങ്കേരിയുമായി ഡിവൈഎഫ്ഐ നേതാവ് എം ഷാജറിന് ബന്ധമുണ്ടെന്ന വാർത്തകൾ നേരത്തെ തന്നെ സജീവമായിരുന്നു. എം ഷാജർ ഈ സംഘവുമായി ചേർന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന ഗുരുതരമായ ആരോപണമാണ് മനു തോമസ് CPM സംസ്ഥാന സെക്രട്ടറിക്ക് 2023 കൊടുത്ത കത്തിൽ പറയുന്നത്. ഒരാളിൽ നിന്ന് ഷാജർ സ്വർണം വാങ്ങിയെന്നായിരുന്നു മനു തോമസിന്റെ ആരോപണം. 2022 തന്നെ ഇക്കാര്യം CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അറിയിച്ചിരുന്നു. 3 തവണ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തു. എന്നിട്ടും നടപടിയുണ്ടായില്ല. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M സുരേന്ദ്രനെ പാർട്ടി ഏകാംഗ കമ്മീഷനായി വെച്ചത് മാസങ്ങൾക്ക് ശേഷമാണ്. സ്വർണം ഷാജർ വാങ്ങിയെന്ന് പാർട്ടി അന്വേഷണത്തിൽ കണ്ടെത്തി. എന്നാൽ സ്വർണത്തിന്റെ അളവ് കുറഞ്ഞതാണെന്നും ശ്രദ്ധക്കുറവ് മാത്രമാണ് ഉണ്ടായതെന്നും പറഞ്ഞ് കമ്മീഷൻ റിപ്പോർട്ട് നൽകിയതായും മനു തോമസ് കത്തിൽ പറയുന്നു. സ്വർണ്ണക്കട്ടിയായാണ് വാങ്ങിയത്. ആ സ്വർണം ജ്വല്ലറിയിൽ കൊടുത്ത് കല്യാണത്തിന് വേണ്ടി ആഭരണമാക്കിയെന്നും ഷാജർ അന്വേഷണ കമ്മീഷൻ മുമ്പാകെ പറഞ്ഞു. പക്ഷേ ബില്ല് ഹാജരാക്കിയിട്ടില്ലെന്നും മനു തോമസ് കത്തിൽ പറയുന്നു. ജില്ലയിലെ പല CPM നേതാക്കളുമായി സ്വർണ്ണക്കടത്ത് സംഘത്തിന് അവിശുദ്ധ ബന്ധമുണ്ട്. ആ ബന്ധം വഴി സംഘടനയിൽ ഉയർന്ന പദവികൾ നേടിയെടുക്കുന്നതായും മനു തോമസ് CPM സംസ്ഥാന സെക്രട്ടറിക്ക് കൊടുത്ത കത്തിൽ പറയുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.